കോറലാപ്പിന്റെ പ്രൊസീജിയർ അല്ലെങ്കിൽ കോറലാപ്പ് പ്രോഗ്രാമിന്റെ സോഫ്റ്റ്വെയറിന്റെ അൽഗോരിതത്തെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പൊ എന്തൊക്കെയായിരുന്നു കോറലാപ്പിന്റെ ഫീച്ചേഴ്സ്? എന്തൊക്കെയായിരുന്നു ആൽഡപ്പിനെ കമ്പയർ ചെയ്യുമ്പോൾ കോറലാപ്പിന് ഉണ്ടാകുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാ? ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ എല്ലാത്തിനും റെക്ടാങ്കുലർ ഷേപ്പ് ആയിരിക്കും ഉണ്ടാകുന്നത്. ദെൻ ഡിപ്പാർട്ട്മെന്റ്സ് നമ്മൾ അലോക്കേഷൻ നടത്തുന്നത് വെർട്ടിക്കൽ സ്കാനിങ് പാറ്റേൺ ആണ് ആൽഡപ്പിനകത്ത്. ബട്ട് കോറലാപ്പിനകത്ത് സ്റ്റാർട്ടിങ് ഫ്രം സെന്റർ ഓഫ് ലേഔട്ട് ആണ്. ലേഔട്ടിന്റെ സെന്റർ നിന്നാണ് ഫസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ പ്ലേസ് ചെയ്ത് അങ്ങനെ പോകുന്നത്. ദെൻ പിന്നെ നമ്മൾ അതിൻ്റെ പ്രൊസീജിയറിനകത്ത് പറഞ്ഞിട്ടുണ്ട് കുറെ കാര്യങ്ങൾ ഇൻപുട്ട് ആയിട്ട് കൊടുക്കണം. എന്തൊക്കെയാണ് ഇൻപുട്ട് ആയിട്ട് കൊടുക്കേണ്ടത്? ആക്ടിവിറ്റി റിലേഷൻഷിപ്പ് ചാർട്ട് കൊടുക്കണം. ദെൻ ഏരിയ ഓഫ് ഈച്ച് ഡിപ്പാർട്ട്മെന്റ് കൊടുക്കണം. എത്ര ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടെന്ന് കൊടുക്കണം അല്ലേ, ഒക്കെ കൊടുത്തു. ദെൻ രണ്ടാമതായിട്ട് അലോക്കേഷൻ സീക്വൻസ് കണ്ടുപിടിക്കും, പ്ലേസ്മെന്റ് സീക്വൻസ് കണ്ടുപിടിക്കും. എങ്ങനെയാ പ്ലേസ്മെന്റ് സീക്വൻസ് കണ്ടുപിടിക്കുക? ഫസ്റ്റ് ആരെ പ്ലേസ് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുക? ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യും. അത് ആൽഡപ്പിനകത്ത്. കോറലാപ്പിനകത്ത് അങ്ങനെ ആയിരുന്നോ? ഹയസ്റ്റ് സ്കോർ ഒരു TCR വാല്യൂ. എന്താ TCR? ടോട്ടൽ TCRന്റെ ഫുൾ ഫോം എന്താ? ടോട്ടൽ ക്ലോസ്നെസ് റേറ്റിംഗ് അല്ലേ TCR. ഹലോ, ടോട്ടൽ ക്ലോസ്നെസ് റേറ്റിംഗ് അല്ലേ TCR? ഓക്കെ. അപ്പോൾ നമ്മൾ ആക്ടിവിറ്റി റിലേഷൻഷിപ്പ് ചാർട്ടിൽ നിന്നും ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ഓരോരോ റിലേഷൻസ് ഉണ്ടാവും, മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുമായിട്ടുള്ള റിലേഷൻസ് ഉണ്ടാവും. അപ്പോൾ ഓരോ ലെറ്ററിനും AEIOUX ഇതിന് ഓരോന്നിനും ഓരോ സ്കോർ നമ്മൾ വെച്ചിട്ടുണ്ട്. എക്ക് 6, ഇക്ക് 5 അല്ലേ, ഐക്ക് 4, ഓക്ക് 3, അങ്ങനെ 6 to 0 ഡിസെൻഡിങ് ഓർഡറിൽ നമ്മൾ ഓരോ വോവൽസിന് അല്ലെങ്കിൽ ഓരോ റിലേഷനും ഓരോ പോയിന്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ പോയിന്റ്സ് വെച്ചിട്ട് ഈച്ച് ഡിപ്പാർട്ട്മെന്റിന്റെ TCR വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് ഹയസ്റ്റ് TCR ഉള്ള ആളെ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യും? ഫസ്റ്റ് സീക്വൻസ് ആയിട്ട് സെലക്ട് ചെയ്യും. ഒന്നാമത്തെ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ഹയസ്റ്റ് TCR വാല്യൂ ഉള്ള ആൾ എടുത്തു. ദെൻ സെക്കൻഡ് ഡിപ്പാർട്ട്മെന്റ് ആരാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കുക? അടുത്ത സീക്വൻസ് ഈ ഹയസ്റ്റ് TCR ഉള്ള ആളെ ഒന്നാമതായിട്ട് സെലക്ട് ചെയ്ത ആളുടെ റിലേഷൻഷിപ്പ് ചാർട്ട് നോക്കിയിട്ട് ഈ ഒന്നാമതായിട്ട് സെലക്ട് ചെയ്ത ആളുമായിട്ട് റിലേഷൻ ഉള്ള ആരെങ്കിലും ഉണ്ടോ നോക്കും. ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഒരാൾ മാത്രമേ ഉള്ളൂ എങ്കിൽ അയാളായിരിക്കും സെക്കൻഡ് ഓർഡർ. ഇനി ഒന്നിലധികം റിലേഷൻകാരുണ്ടെങ്കിൽ ആരൊക്കെയാണോ തമ്മിൽ ടൈ ഉള്ളത് ഇവരുടെ ഇൻഡിവിജ്വൽ TCR വാല്യൂ നോക്കും. എന്നിട്ട് ടോപ്പ് TCR വാല്യൂ ഉള്ള ആളെ നമ്മൾ സെക്കൻഡ് ആയിട്ട് എടുക്കും. ദെൻ തേർഡ് ആയിട്ടോ ഈ സെക്കൻഡ് ആയിട്ട് പ്ലേസ് ചെയ്ത ആളുമായിട്ട് റിലേഷൻ ഉള്ള ആരെങ്കിലും ഉണ്ടോ നോക്കും. ഇനി ആരും ഇല്ലെങ്കിൽ ഈ റിലേഷൻ ഉണ്ടോ നോക്കും. അങ്ങനെ അവിടെയും ടൈ ഉണ്ടെങ്കിൽ ടൈ ഉള്ളവരുടെ TCR വാല്യൂ ആരാണോ ടോപ്പ് അയാളെ സെലക്ട് ചെയ്യും. അങ്ങനെ നമ്മൾ സീക്വൻസ് കണ്ടുപിടിക്കും. അത്രയാണ് നമ്മൾ പറഞ്ഞത്. എന്നിട്ടോ അടുത്തതായിട്ട് പ്ലേസ്മെന്റ് ആണ് അല്ലേ. ഡിഫൈനിങ് ദ ഇൻപുട്ട് ഡാറ്റ. ഫസ്റ്റ് നമ്മൾ ഡാറ്റാസ് ഒക്കെ ഇൻപുട്ട് ചെയ്തു. ദെൻ ഡിറ്റർമിനേഷൻ ഓഫ് പ്ലേസ്മെന്റ് സീക്വൻസ്. ഇതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. സീക്വൻസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാന്ന് പറഞ്ഞു. ദെൻ തേർഡ് ഈസ് ദി ഡിസൈനിങ് ഓഫ് ലേ ഔട്ട്. നമ്മൾ സീക്വൻസ് കണ്ടുപിടിച്ചതിനനുസരിച്ചിട്ട് ലേ ഔട്ടിലേക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റിനെയും അലോക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആൽഡപ്പ് വെർട്ടിക്കൽ സ്കാനിങ് പാറ്റേണിലാണ് പ്ലേസ്മെന്റ് ചെയ്യുന്നത്. കോറലാപ്പ് പക്ഷേ സെന്ററിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ ഇട്ടിട്ടായിരുന്നു പറഞ്ഞുകൊണ്ടുണ്ടായിരുന്നത്. 7 ഡിപ്പാർട്ട്മെന്റ് ഉള്ള ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ഏരിയ തന്നിട്ടുണ്ട്, അതിന്റെ സ്കെയിലിംഗും തന്നിട്ടുണ്ട്. നമ്മളെ ഫൈനൽ ലേ ഔട്ട് എന്ന് പറയുന്നത് സ്ക്വയർ ഗ്രിഡുകളായിരിക്കും. ആ കമ്പ്യൂട്ടർ ഗ്രിഡിനകത്ത് ഓരോ ഏരിയക്കും അല്ലെ ഓരോ ഡിപ്പാർട്ട്മെന്റിനും എത്ര സ്ക്വയേഴ്സ് യൂസ് ചെയ്യണം എന്നുള്ള സ്കെയിലിംഗും തന്നിട്ടുണ്ട്. അപ്പോൾ ആക്ടിവിറ്റി റിലേഷൻഷിപ്പ് ചാർട്ട് തന്നു. ഇനി നമ്മുടെ ഇൻപുട്ട് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവരിവിടെ തന്നിട്ടുണ്ട്. ഇനി നമ്മളെ പ്രൊസീജിയർ പ്രകാരം ഫസ്റ്റ് ഡാറ്റാസ് ഇൻപുട്ട് ഒക്കെ നമ്മൾ കൊടുത്തു. സെക്കൻഡ് ചെയ്യേണ്ടത് സീക്വൻസ് കണ്ടുപിടിക്കലാണ്. സീക്വൻസ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും?
ഇതിന്റെ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും TCR വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും. TCR വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാ? ഡിപ്പാർട്ട്മെന്റ് 1 ഏതൊക്കെ റിലേഷൻ ഉള്ളത്? EOIOUU. ഈ ഓരോന്നിനും ഓരോ പോയിന്റ് നമ്മൾ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ? എക്ക് 6, ഇക്ക് 5 അല്ലെ, ഐക്ക് 4, ഓക്ക് 3, യുക്ക് 2 അല്ലെ? അങ്ങനെ ആ വാല്യൂ ഇട്ടിട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും TCR വാല്യൂ നമ്മൾ കണ്ടുപിടിക്കും. എന്നിട്ട് ഏറ്റവും ടോപ്പ് TCR ആർക്കാണോ അയാളെയാണ് നമ്മൾ ഫസ്റ്റ് സീക്വൻസ് ആയിട്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇവിടെ TCR വാല്യൂ കണ്ടുപിടിച്ച ഒരു ചാർട്ട്, TCR കാൽക്കുലേഷന്റെ ചാർട്ട് ഇവിടെ ഉണ്ട്. ഇത് നമ്മുടെ സൊല്യൂഷൻ പാർട്ടാണ്. ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണ്. ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മൾ ചെയ്യേണ്ടതാണ് ഇതൊക്കെ. അപ്പോൾ ഇവിടെ ഇപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും TCR വാല്യൂ കണ്ടുപിടിച്ചപ്പോൾ ഇതിനകത്ത് ഏറ്റവും ഹയസ്റ്റ് വാല്യൂ ഉള്ളത് ആർക്കാ? ദാറ്റ് ഈസ് 23, ഡിപ്പാർട്ട്മെന്റ് 5 ആണ്. സോ ഫസ്റ്റ് നമ്മൾ ഡിപ്പാർട്ട്മെന്റ് 5നെയാണ് അലോക്കേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇനി അടുത്ത സീക്വൻസ് എങ്ങനെയാ കണ്ടുപിടിക്കുക? ആക്ടിവിറ്റി റിലേഷൻഷിപ്പ് ചാർട്ടിലേക്ക് പോകും. ഡിപ്പാർട്ട്മെന്റ് 5ന്റെ റിലേഷൻസ് കംപ്ലീറ്റ് സ്കാൻ ചെയ്യും. അപ്പൊ ഇതിനകത്ത് എവിടെയെങ്കിലും എ ഉണ്ടോ? ഉണ്ടല്ലേ, എ ഉണ്ട്. ഏത് ഡിപ്പാർട്ട്മെന്റുമായിട്ടാ? ഇവിടെ ഒരു എ ഉണ്ട്. 5ാമത്തെ ഡിപ്പാർട്ട്മെന്റിന് 6ാമത്തെ ഡിപ്പാർട്ട്മെന്റുമായിട്ട് എ റിലേഷൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്ത സീക്വൻസ് എന്ന് പറയുന്നത് 5 കഴിഞ്ഞാൽ ദെൻ 6. ദെൻ അടുത്ത 3ാമത്തെ ആളെ എങ്ങനെ കണ്ടുപിടിക്കുക? വീണ്ടും ആക്ടിവിറ്റി റിലേഷൻഷിപ്പ് ചാർട്ടിലേക്ക് പോകും. 6ാമത്തെ ഡിപ്പാർട്ട്മെന്റിന്റെ 6th ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാ റിലേഷനും സ്കാൻ ചെയ്യും. ആരെയിലായിട്ട് എ ഉണ്ടോ നോക്കും. എ ഉണ്ട്. ആരുമായിട്ടാ? ഡിപ്പാർട്ട്മെന്റ് 5 ആയിട്ടാണ്. ഇവിടെ ഒരു എ ഉണ്ട്, ദാറ്റ് ഈസ് ഡിപ്പാർട്ട്മെന്റ് 5. പക്ഷെ അത് ഓൾറെഡി പ്ലേസ് ചെയ്തു. അപ്പൊ എ പിന്നെ എവിടെയും ഇല്ല. പിന്നെ ഉള്ളത് ഇ ആണ്. ഇവിടെ ഇ ഉണ്ട്, ഡിപ്പാർട്ട്മെന്റ് 7 അങ്ങനെയാണെങ്കിൽ അടുത്ത സീക്വൻസും കിട്ടി, ദാറ്റ് ഈസ് 7. ദെൻ വീണ്ടും അടുത്ത ആളെ കണ്ടുപിടിക്കാൻ വേണ്ടി റിലേഷൻഷിപ്പ് ചാർട്ടിലേക്ക് പോകും. 7th ഡിപ്പാർട്ട്മെന്റുമായിട്ടുള്ള എല്ലാ റിലേഷനും നമ്മൾ സ്കാൻ ചെയ്യും. അപ്പൊ എ ഇല്ല, ഇ ഉണ്ട്. പക്ഷെ ഇ എന്ന് പറയുന്നത് 6th ഡിപ്പാർട്ട്മെന്റുമായിട്ടാണ്, ഓൾറെഡി പ്ലേസ് ചെയ്തു. പിന്നെ ഐ ഉണ്ടോ നോക്കി. ഐ ഉണ്ട്, 5th ഡിപ്പാർട്ട്മെന്റ് ആയിട്ടാണ്. പക്ഷെ അതും ഓൾറെഡി പ്ലേസ് ചെയ്തു. പിന്നെ ഉള്ളത് യു ആണ്. പക്ഷെ 4 യു ടൈ വന്നു. 4 എണ്ണം തമ്മിൽ ടൈ വന്നു, 1, 2, 3, 4 തമ്മിൽ. അപ്പൊ ഇതിന്റെ അകത്ത് നിന്ന് ആരെയാണ് സെലക്ട് ചെയ്യാന്ന് വെച്ചാൽ ഇതിന്റെ അകത്ത് ടോപ്പ് TCR ഉള്ളത് ആരാ നോക്കൂ. 1, 2, 3, 4. ടോപ്പ് TCR ഉള്ളത് ആർക്കാ? 2നാണ്, 22. അപ്പൊ അടുത്ത സീക്വൻസ് 2. ദെൻ ടൈ ബ്രേക്ക് ചെയ്യാണ്. ഇപ്പൊ ഇതിന്റെ അകത്ത് ഇപ്പൊ ടോപ്പ് ഇതുള്ള 22 പോയി. ഇനി ബാക്കി ആരുള്ള 1, 3, 4. അതിൽ ടോപ്പ് ആരല്ല? 1ഉം ഉണ്ട്, 4ഉം ഉണ്ട്. അപ്പൊ ഇവിടെ TCRൽ തന്നെ ഒരു ടൈ വന്നു. TCRൽ ടൈ വന്നാൽ പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയോ? 1ഉം 4ഉം തമ്മിൽ ഒരേ TCR വാല്യൂ വന്നാൽ നമ്മൾ റിലേഷൻഷിപ്പ് ചാർട്ടിലേക്ക് തന്നെ തിരിച്ചു പോവുക. എന്നിട്ട് 1ന്റെ കേസ് നോക്കുക. ഏറ്റവും കൂടുതൽ എ ആർക്കാണുള്ളത് നോക്കുക. 1ൽ ഒറ്റ എ ഇല്ല. 4ന് നോക്കുമ്പോൾ ഇവിടെയും ഒറ്റ എ ഇല്ല. അപ്പോ 1ൽ എത്ര ഇ ഉണ്ട്? 1ൽ ഒരു ഇ ഉണ്ട്. 4ൽ ഒരു ഇ തന്നെ, സെയിം. ദെൻ AEI. 1ൽ എത്ര ഐ ഉണ്ട് നോക്കുക. ഒരു സിംഗിൾ ഐ ഉള്ളൂ. 4ൽ 1, 2, 2 ഐ ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ ആ ഒരു ടൈ ബ്രേക്ക് ചെയ്തിട്ട് മുമ്പോട്ട് പോവാം. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് 4നെ ആയിരിക്കും. 5, 6, 7, 2, 4, ദെൻ 1, ദെൻ 3. ഇതാണ് സീക്വൻസ്. ഓ ഇല്ല 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 സോറി, ഇവിടെ പറഞ്ഞാണ്. അപ്പോൾ നമ്മുടെ സീക്വൻസ് കിട്ടി. നമ്മളെ പ്ലേസ്മെന്റ് സീക്വൻസ് നമുക്ക് കിട്ടി. 5, 6, 7, 2, 4, 1, 3. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ലേ ഔട്ടിനകത്ത് ഇവരെ എന്ത് ചെയ്യുക? പ്ലേസ്മെന്റ് നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലേ ഔട്ട്, സ്ക്വയർ ഗ്രിഡ്സ് ഉള്ള ലേ ഔട്ട്. നമ്മുടെ കമ്പ്യൂട്ടർ ലേ ഔട്ട് ഇതാണ്. അപ്പൊ ഇതിനകത്ത് ആദ്യം നമ്മൾ 5നെ പ്ലേസ് ചെയ്യണം. ഇപ്പോൾ 5 പ്ലേസ് ചെയ്യാൻ എത്ര സ്ക്വയേഴ്സ് യൂസ് ചെയ്യാന്നാ പറഞ്ഞിട്ടുള്ളത് ക്വസ്റ്റ്യനിൽ? 5നെ പ്ലേസ് ചെയ്യാൻ ഒരു സ്ക്വയർ ആണ് യൂസ് ചെയ്യുന്നത്. സോ നമ്മളെ ഗ്രിഡിനകത്ത് ഒരു സിംഗിൾ സ്ക്വയർ സെൻട്രൽ ആയിട്ടാണ് അലോക്കേറ്റ് ചെയ്യുക. കോർലാപ്പിന്റെ പ്രൊസീജിയറിൽ പറയുന്നുണ്ട്, അല്ലെ കോർലാപ്പിന്റെ ഫീച്ചർ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്, സെന്ററിലാണ് നമ്മൾ ഫസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ പ്ലേസ് ചെയ്യുക. അപ്പം ഡിപ്പാർട്ട്മെന്റ് 5. ദെൻ അടുത്ത സീക്വൻസ് 5 കഴിഞ്ഞാൽ 6. 6ന് എത്ര സ്ക്വയേഴ്സ് വേണം? 6 കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ 2 സ്ക്വയേഴ്സ് യൂസ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളെ ലേ ഔട്ടിനകത്ത് 6നെ എവിടെ പ്ലേസ് ചെയ്യും? സെൻട്രൽ 5നെ പ്ലേസ് ചെയ്തു. 6നെ നമ്മൾ എപ്പോഴും ഫസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അഡ്ജസന്റ് ആയിട്ടാണ് പ്ലേസ് ചെയ്യേണ്ടത്. അതായത് ഫസ്റ്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട്
ടച്ച് ചെയ്യുന്ന രീതിയിൽ. അപ്പൊ ഞാനിവിടെ എനിക്ക് ഇങ്ങനെ 2 സ്ക്വയർ യൂസ് ചെയ്യണമെന്ന് അറിയാം. ഇങ്ങനെ പ്ലേസ് ചെയ്യുന്നു. This is 6. അപ്പൊ എല്ലാ ഡിപ്പാർട്ട്മെന്റിനും റെക്ടാങ്കുലർ ഷേപ്പ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് അല്ലെ. ഓക്കെ, ദെൻ മൂന്നാമത്തെ ഡിപ്പാർട്ട്മെന്റ് 7 വേണ്ടിയിട്ട് എത്ര സ്ക്വയേഴ്സ് യൂസ് ചെയ്യണം? 7 വേണ്ടിയിട്ട് ഇവിടെ പറയുന്നു 2 സ്ക്വയേഴ്സ് യൂസ് ചെയ്യണം. അപ്പോൾ മൂന്നാമത്തെ ഡിപ്പാർട്ട്മെന്റിനെ എവിടെ പ്ലേസ് ചെയ്യും? എനിക്കിപ്പോൾ ഒരുപാട് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്. 7 വേണമെങ്കിൽ എനിക്ക് ഇവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്യാം അല്ലെ. 2 സ്ക്വയർ യൂസ് ചെയ്യണമെന്നേ ഓർക്കുള്ളൂ. ഇതൊരു ഓപ്ഷനാണ്. അതല്ലെങ്കിൽ ഈ 6ന്റെ മേലയിൽ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് തന്നെ 7 ഇവിടെ പ്ലേസ് ചെയ്യാം. അതും അല്ലെങ്കിൽ 6ന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഇങ്ങനെ 2 സ്ക്വയർ ഉപയോഗിച്ചിട്ട് 7 പ്ലേസ് ചെയ്യാം അല്ലെ. അതും അല്ലെങ്കിൽ ഈ ഒരു ഗ്യാപ്പിൽ 5നെയും 6നോട് മുട്ടിയിട്ട് ഇങ്ങനെ 7 പ്ലേസ് ചെയ്യാം. അതും അല്ലെങ്കിൽ 5ന്റെ അടിയിലായിട്ട് 7 ഇങ്ങനെ പ്ലേസ് ചെയ്യാം. അപ്പൊ കുറെ ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ തേർഡ് ഡിപ്പാർട്ട്മെന്റിനെ പ്ലേസ് ചെയ്യുന്നതിന് എന്തെങ്കിലും പ്രൊസീജിയർ ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഒരു കണ്ടീഷൻ വരുമ്പോൾ ഇപ്പോൾ 5 6 ഇങ്ങനെ വരുമ്പോൾ തേർഡ് ഡിപ്പാർട്ട്മെന്റിനെ എവിടെ പ്ലേസ് ചെയ്യും? നമുക്ക് ഒരുപാട് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കയ്യിൽ ഒരു ടേമും കൂടി ഉണ്ട്. ദാറ്റ് ഈസ് TPR, ദാറ്റ് ഈസ് ടോട്ടൽ പ്ലേസ്മെന്റ് റേറ്റിംഗ്. ടോട്ടൽ പ്ലേസ്മെന്റ് റേറ്റിംഗ് എന്താ സംഭവം വെച്ചാൽ, ഞാൻ എക്സാമ്പിൾ ഇടാം. 7നെ ഞാനിതാ ഇങ്ങനെ 6ന്റെ നേരെ മുകളിലായിട്ട് ഫിക്സ് ചെയ്യുന്നു. ഇതിലിപ്പോ 7th ഡിപ്പാർട്ട്മെന്റിന് ആരുമായിട്ടാണ് കോണ്ടാക്ട് ഉള്ളത്? നമ്മുടെ ഈ ഒരു ലേഔട്ട് പ്രകാരം ഡിപ്പാർട്ട്മെന്റ് 6 മാത്രമല്ലേ കോണ്ടാക്ട് ഉള്ളൂ അല്ലേടാ? അതെ. അപ്പൊ നമ്മൾ ആക്ടിവിറ്റി റിലേഷൻഷിപ്പ് ചാർട്ടില് ഡിപ്പാർട്ട്മെന്റ് 7ഉം 6ഉം തമ്മിലുള്ള റിലേഷൻ എന്താന്ന് നോക്കുക. നമ്മൾ ആക്ടിവിറ്റി റിലേഷൻഷിപ്പ് ചാർട്ടിലേക്ക് വന്നു. ഡിപ്പാർട്ട്മെന്റ് 7ഉം ഡിപ്പാർട്ട്മെന്റ് 6ഉം തമ്മിലുള്ള റിലേഷൻ ദാറ്റ് ഈസ് ഇ അല്ലെ. ഇ. അപ്പൊ ഇക്ക് നമ്മളൊരു സ്കോർ കൊടുത്തിട്ടുണ്ട്. എത്രയാ? 5 അല്ലെ. ക്ലോസ്നെസ് റേറ്റിംഗ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്കോർ കൊടുത്തിട്ടുണ്ട് 5. അപ്പോൾ നമ്മൾ ഇവിടെ TPR ഓഫ് 7 and 6, TPR ഓഫ് 7, 6 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 5. ഓക്കെ. അപ്പൊ ഇവിടെ ഇപ്പോൾ 7ന് 6ഉമായിട്ട് മാത്രമേ കോണ്ടാക്ട് ഉള്ളൂ. ഇപ്പൊ റിലേഷൻഷിപ്പ് ചാർട്ട് നോക്കിയപ്പോൾ 7ഉം 6ഉം തമ്മിലുള്ള റിലേഷൻ ഇ ആണ്. അപ്പോൾ TPR പ്ലേസ്മെന്റ് റേറ്റിംഗ് 5 ആണെന്ന് കിട്ടി. ഇനി ഞാനിത് മാറ്റുന്നു. ഞാൻ ഒരു ഓപ്ഷൻ നോക്കിയതാണ്. 7നെ ഇവിടെ പ്ലേസ് ചെയ്താൽ എന്താ ആവുമെന്ന് ഞാൻ ജസ്റ്റ് ഒരു ഓപ്ഷനായിട്ട് നോക്കിയതാണ്. അപ്പോൾ നമ്മൾ വേറൊരു ഓപ്ഷൻ നോക്കുന്നു. TCR കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വേറൊരു ഓപ്ഷൻ നോക്കുന്നു. ഞാൻ 7നെ ഇവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്യുന്നു. 7. ഇപ്പൊ 7ന് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുമായിട്ട് കോണ്ടാക്ട് ഉണ്ട്? 7ന് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുമായിട്ട് കോണ്ടാക്ട് ഉണ്ട്? 7 ഇത് ഇവിടെ 6ഉമായിട്ടും ഉണ്ട്, 5ഉമായിട്ടും ഉണ്ട്. അപ്പൊ നമ്മൾ ഇനി നോക്കേണ്ടത് ആക്ടിവിറ്റി റിലേഷൻഷിപ്പ് ചാർട്ടിൽ ഡിപ്പാർട്ട്മെന്റ് 7ന് 6ഉമായിട്ടും 7ന് 5ഉമായിട്ടും എന്തൊക്കെയാ റിലേഷൻ നോക്കണം. അപ്പൊ ആക്ടിവിറ്റി റിലേഷൻഷിപ്പ് ചാർട്ടിലേക്ക് പോകുന്നു. ഡിപ്പാർട്ട്മെന്റ് 7ന് 6ഉമായിട്ട് ഇ, അപ്പോ 5 പോയിന്റ്. ഡിപ്പാർട്ട്മെന്റ് 5ഉമായിട്ട് ഐ ആകുമ്പോ എത്രയാ സ്കോർ? ഐ ആകുമ്പോ 4 ആണ് സ്കോർ. അപ്പോ ഇത് 4. അപ്പോ TPR ഓഫ് ദിസ് അലോക്കേഷൻ, അപ്പൊ TPR ഓഫ് 7 to 6, 7 to 5 ഇങ്ങനെയാണ് TPR വാല്യൂ എഴുതുക. TPR ഓഫ് 7 ഞാൻ ഒന്ന് വായിച്ചിട്ട് എഴുതാം. രണ്ടാമതായിട്ട് നമ്മൾ അലോക്കേഷൻ വെച്ച ആ ഒരു ഓപ്ഷന്റെ TPR കണ്ടുപിടിക്കുന്നതാണ്. എങ്ങനെയാണ് TPR വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളത്, അല്ല എഴുതുക എന്നുള്ളത്. TPR ഓഫ് 7 to 6, 7 to 5. 5ഉം 4ഉം അല്ലെ. ദാറ്റ് ഈസ് 9. ഓക്കെ. ഇനി വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ നോക്കാം. നമുക്ക് വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ നോക്കാം. അലോക്കേഷന് മൊത്തം വായിച്ചിട്ട് പുതിയതായിട്ട് വരക്കാം. ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റ് 5 ഇവിടെ
ഡിപ്പാർട്ട്മെന്റ് 6 ഇവിടെ, ദിസ് ഈസ് 5 6 6. അപ്പൊ നമ്മൾ ആദ്യം ഒരു ഓൾട്ടർനേറ്റ് നോക്കി, ഇവിടെ മേലയിൽ 7 വെച്ചിട്ട്, രണ്ടാമതായിട്ട് ഇവിടെ രണ്ടിനും മുട്ടിയിട്ടുള്ള ഒരു ലെവൽ നോക്കി. ഇനി അടുത്തായിട്ട് ഞാൻ വേറൊരു ഓപ്ഷൻ എടുക്കുന്നത് 7നെ ഈ 5ന്റെ താഴെയിൽ ഇങ്ങനെ ഒരു വാല് പോലെ, ദിസ് ഈസ് 7, ദിസ് ഈസ് ഓൾസോ 7. ഇപ്പൊ ഡിപ്പാർട്ട്മെന്റ് 7 ആരുമായിട്ടാ കോണ്ടാക്ട് ഉള്ളത്? 5 മാത്രമേ ഉള്ളൂ. അപ്പൊ വീണ്ടും നമ്മൾ ആക്ടിവിറ്റി റിലേഷൻഷിപ്പ് ചാർട്ടിലേക്ക് പോകുന്നു. 7ഉം 5ഉം തമ്മിലുള്ള റിലേഷൻ, ദാറ്റ് ഈസ് ഐ ആണെങ്കിൽ ടി പി ആർ വാല്യൂ എന്ന് പറയുന്നത് 4 ആയിരിക്കും. ഐ ആകുമ്പോൾ 4. അപ്പോ ടി പി ആർ ഓഫ് 7 to 5 എത്രയാ? ഇറ്റ് ഈസ് 4. അപ്പൊ നമുക്കിപ്പോ 3 ഓൾട്ടർനേറ്റീവ് നമ്മൾ നോക്കി. ഇനി ഞാൻ വേറൊരു ഓപ്ഷനും കൂടി ഇടുന്നു. 7 ഇതാ ഈ ഗ്യാപ്പിൽ 5ന്റെയും ഇങ്ങനെ, ഇവിടെയും 7 ഇവിടെയും 7. ഇവിടെ 7 ഇപ്പൊ 2 ഡിപ്പാർട്ട്മെന്റുമായിട്ട് കോൺടാക്ട് ഉണ്ട്, 5ഉമായിട്ടും 6ഉമായിട്ടും. നേരത്തെ അതേ കണ്ടീഷൻ. എത്രയാ നമുക്ക് ടി പി ആർ കിട്ടുക? 9 കിട്ടും. അപ്പോ നമ്മളിങ്ങനെ എല്ലാ ഓൾട്ടർനേറ്റീവ്സും നോക്കി. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ടി പി ആർ കിട്ടിയത് എപ്പോഴാ? ടി പി ആർ വാല്യൂ ഏറ്റവും മാക്സിമം ആയത് എപ്പോഴാ? അല്ല, എത്രയാ ടി പി ആർ മാക്സിമം വാല്യൂ കിട്ടിയത് എത്രയാ? നമുക്ക് 5 കിട്ടിയിട്ടുണ്ട്, 4 കിട്ടിയിട്ടുണ്ട്, 9 കിട്ടിയിട്ടുണ്ട്. അപ്പോ കിട്ടിയതിൽ ഏറ്റവും ബെസ്റ്റ് 9 ആണ് അല്ലെ? അപ്പൊ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ടി പി ആർ വാല്യൂ 9 അല്ലെങ്കിൽ മാക്സിമം ആവുന്ന കണ്ടീഷനെയാണ്, മാക്സിമം ആവുന്ന പ്ലേസ്മെന്റ് ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് 9 കിട്ടുന്ന 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ ഇവിടെ ഇങ്ങനെ 7 രണ്ടെണ്ണം രണ്ടിനും കോണ്ടാക്ട് ചെയ്യുന്ന രീതിയിൽ 7 7, അതല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ കൊടുക്കാം. ഏതായാലും കുഴപ്പമില്ല. ഓക്കെ, ഞാൻ ഇതിൽ ആദ്യം ചെയ്ത് തന്നെ സെലക്ട് ചെയ്യുന്ന കൂട്ടിക്കോ. ഈ 2 സെലക്ട് ചെയ്യുന്നു. ഇനി അടുത്ത അലോക്കേഷൻ ആരാ? നമ്മളെ സീക്വൻസ് പ്രകാരം 5 ആയി, 6 ആയി, 7 ആയി. ഇനി നമ്മുടെ അടുത്ത സീക്വൻസ് പ്രകാരം അടുത്ത ആളാരാ? 5 ആയി, 6 ആയി, 7 ആയി. അടുത്തത് 2 അല്ലെ? അടുത്ത ഓർഡർ 2 ആണ്. 2 കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ എത്ര സ്ക്വയേഴ്സ് യൂസ് ചെയ്യണം? 2 കംപ്ലീറ്റ് ചെയ്യാൻ ഒരു സിംഗിൾ സ്ക്വയറേ വേണ്ടുള്ളൂ അല്ലെ? ഒരു സിംഗിൾ സ്ക്വയറേ വേണ്ടുള്ളൂ. അപ്പൊ ഇതാണ് നമ്മുടെ കയ്യിലുള്ള ലേഔട്ട്. ഇതിൽ എവിടെ 2നെ പ്ലേസ് ചെയ്യും? കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഒന്നിക്ക് ഈ 7നോട് ചേർത്തിട്ട് മുകളിൽ വെക്കാം, ഈ സൈഡിൽ വെക്കാം, അതല്ലെങ്കിൽ 5ന്റെ താഴെയിലായിട്ട് വെക്കാം, അതല്ലെങ്കിൽ 6ന്റെ മുകളിലായിട്ട് വെക്കാം. ഒറ്റ സ്ക്വയറിലേ വേണ്ടു. അതല്ലെങ്കിൽ 6ന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വെക്കാം, അല്ലെ ഈ ഗ്യാപ്പിൽ 5നോടും 6നോടും മുട്ടി നിൽക്കുന്ന രീതിയിൽ ചെയ്യാം. അപ്പൊ ഇവിടെയാണ് നമ്പർ 2 എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിനെ പ്ലേസ് ചെയ്യാം. അപ്പൊ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? ടി പി ആർ വാല്യൂ കണ്ടുപിടിക്കണം. എങ്ങനെയാ ടി പി ആർ വാല്യൂ കണ്ടുപിടിക്കുക? അപ്പൊ ഞാൻ ഇവിടെ 2നെ ഇവിടെയാണ് വെക്കുന്നത്. കൂട്ട് 2 ഇവിടെ ആകുമ്പോ ഡിപ്പാർട്ട്മെന്റ് 2ന് ആരോടൊക്കെയാ കോണ്ടാക്ട് ഉള്ളത്? നല്ല റെഡി ആയി വരുന്നു. നാളെ ടെസ്റ്റ് ഉണ്ട്. ഓക്കെ. ഡിപ്പാർട്ട്മെന്റ് 2ന് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ഇപ്പം ഈ ഒരു പ്ലേസ്മെന്റ് നമ്മൾ ചെയ്യുന്നെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് 2ന് 7ഉമായിട്ട് കോണ്ടാക്ട് ഉണ്ട് അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആക്ടിവിറ്റി റിലേഷൻഷിപ്പ് ചാർട്ടിലേക്ക് പോകണം. അപ്പൊ ഡിപ്പാർട്ട്മെന്റ് 2ന് ഇവിടെ 7ഉമായിട്ട് മാത്രമാണോ കോണ്ടാക്ട് ഉള്ളത്? ഈ 6ന്റെ നൈബർ തന്നെയല്ലേ 2? ഇവിടെ കോണ്ടാക്ട് ഇല്ലേ 6ഉമായിട്ട്? അപ്പൊ നമ്മൾ ടി പി ആർ കണ്ടുപിടിക്കുമ്പോൾ ടി പി ആർ ഓഫ് 2 to 7 and 2 to 6 നോക്കണം. അപ്പോ ആക്ടിവിറ്റി റിലേഷൻഷിപ്പ് ചാർട്ടിലേക്ക് പോകും. 2ഉം 7ഉം തമ്മിൽ U, 2ഉം 6ഉം തമ്മിൽ I. കറസ്പോണ്ടിങ് വാല്യൂസ് തമ്മിൽ കൂട്ടുക. 4ഉം 2ഉം 6 വരും. ഇതിന് 4 വരും, ഇതിന് 2 വരും. അപ്പൊ 6 വരും. നമ്മൾ ഇപ്പൊ ചെയ്യുന്ന പ്ലേസ്മെന്റ് ആണെങ്കിൽ ടി പി ആർ 6 ആണ്. ഇനിയല്ല, ഞാൻ ഇവിടെയാണ് 2നെ പ്ലേസ് ചെയ്യുന്നത് വെച്ചോ. ഡിപ്പാർട്ട്മെന്റ് ആരൊക്കെ ആയിട്ടാ കോണ്ടാക്ട് ഉള്ളത്? 2ന് 6ഉമായിട്ടും 5ഉമായിട്ടും. അപ്പം 2ഉം 6ഉം 2ഉം 5ഉം തമ്മിലുള്ള ക്ലോസ്നെസ് നോക്കണം. 2ഉം 6ഉം തമ്മിൽ I, 2ഉം 5ഉം തമ്മിലും I. അപ്പൊ 2 I, ദാറ്റ് ഈസ് 4 + 4.
അപ്പൊ ഇപ്പോഴത്തെ TPR 8 ആണ്. ഇനി വേറെ എന്തെങ്കിലും സാധ്യത ഉണ്ടോ നോക്കാം. നമ്മൾ ഇവിടെ മാത്രം വെക്കുന്നു. അപ്പൊ ഡിപ്പാർട്ട്മെന്റ് 7 മാത്രമേ കോണ്ടാക്ട് ഉള്ളൂ. അപ്പൊ ആ TPR കണ്ടുപിടിക്കാൻ വീണ്ടും റിലേഷൻഷിപ്പ് ചാർട്ടിലേക്ക് പോകും. 2ഉം 7ഉം തമ്മിലുള്ള റിലേഷൻ, ദാറ്റ് ഈസ് U. 2 പോയിന്റേ കിട്ടുള്ളൂ. TPR 2 കിട്ടുള്ളൂ. അപ്പൊ അതും കുറവ് തന്നെ. വേറെ എന്തെങ്കിലും സാധ്യത ഉണ്ടോ നോക്കാം. 2വിനെ ഞാൻ ഈ 5ന്റെ അടിയിലായിട്ട് വെക്കുന്നു. അപ്പോ 2വിന് 5ഉമായിട്ടും 2വിന് 7ഉമായിട്ടും കോണ്ടാക്ട് ഉണ്ട് അല്ലെ. ഇവിടെ 2ഉം 5ഉം 2ഉം 7ഉം. വീണ്ടും റിലേഷൻഷിപ്പ് ചാർട്ടിലേക്ക് പോകുന്നു. 2ഉം 5ഉം തമ്മിൽ I, 2ഉം 7ഉം തമ്മിൽ U. ഇപ്പൊ 4ഉം 2ഉം 6. അപ്പൊ അതും 6 വരുന്നുള്ളൂ. അപ്പൊ നമ്മളിപ്പോ നോക്കിയ ഓൾട്ടർനേറ്റീവ്സിനകത്ത് എനിക്ക് തോന്നുന്നത് ബെസ്റ്റ് ആയിട്ടുള്ളത് 8 പോയിന്റ് കിട്ടിയ TPR 8 കിട്ടിയ ഒരു അലോക്കേഷൻ ഉണ്ട്. ഏതാ അത്? TPR 8 കിട്ടിയത് എവിടുന്ന? സിക്സിനോടും 5നോടും കോണ്ടാക്ട് വരുന്ന അലോക്കേഷനിലാണ് അല്ലെ. അപ്പോ ഇതല്ലേ ആ അലോക്കേഷൻ. ഡിപ്പാർട്ട്മെന്റ് 2വിനെ നമ്മൾ ഇവിടെ പ്ലേസ് ചെയ്യുന്നു. കാരണം ഈ ഒരു പ്ലേസ്മെന്റിനകത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ TPR കിട്ടിയത്. ഇനി അടുത്ത നമ്മുടെ ഓർഡർ പ്രകാരം ഡിപ്പാർട്ട്മെന്റ് 4 ആണ്. ഡിപ്പാർട്ട്മെന്റ് 4ന് എത്ര സ്ക്വയേഴ്സ് വേണം? 2 സ്ക്വയേഴ്സ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വീണ്ടും ലേ ഔട്ടിനകത്തേക്ക് വരുന്നു. എവിടേക്കാണ് പോസിബിലിറ്റീസ് ഉള്ളത് ഈ 2 പ്ലേസ് ചെയ്യാൻ? കുറേ ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്. ഇതിന്റെ ഈ 7ന്റെയും 6ന്റെയും മുകളിലായിട്ട് വെക്കാം. അല്ല 6ന്റെയും 2വിനും കോണ്ടാക്ട് വരുന്ന രീതിയിൽ വെക്കാം. 5നും 2നും കോണ്ടാക്ട് വരുന്ന രീതിയിൽ വെക്കാം. 7നും 5നും കോണ്ടാക്ട് വരുന്ന രീതിയിൽ വെക്കാം. 7ന് മാത്രം കോണ്ടാക്ട് വരുന്ന രീതിയിൽ വെക്കാം അല്ലെ. അപ്പൊ ഇതിന്റെ ഓരോന്നിന്റെയും TPR വാല്യൂ കണ്ടുപിടിക്കുക. ബെസ്റ്റ് TPR ഏതാണോ ആ TPRനനുസരിച്ചിട്ടുള്ള പ്ലേസ്മെന്റ് കൊടുക്കുക. ദെൻ അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 1. ഡിപ്പാർട്ട്മെന്റ് 1ന് എത്ര സ്ക്വയർ വേണം? 2 സ്ക്വയർ വേണം. വീണ്ടും TPR വാല്യൂ നോക്കണം. അപ്പൊ പുതിയ ഓൾട്ടർനേറ്റീവ്, പുതിയ ലേ ഔട്ടിനകത്ത് എത്ര ഓൾട്ടർനേറ്റീവ്സ് നമുക്ക് കിട്ടും, അതിന്റെയൊക്കെ TPR നോക്കും. ഇതൊന്നും നമ്മൾ മാനുവലി ചെയ്യേണ്ടതല്ല. ഇതൊക്കെ കമ്പ്യൂട്ടർ അൽഗോരിതം ചെയ്യുന്നതാണ്, വർക്ക് ചെയ്യുന്നതാണ്. നമ്മൾ അതിനുള്ള അൽഗോരിതം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ആ ഒരു TPR ഒക്കെ നോക്കിയിട്ടാണ് നമുക്ക് എന്ത് തരിക, ലേ ഔട്ടിൽ ഈ പറയുന്ന ഡിസൈൻ ഉണ്ടാക്കിയിട്ട് തരിക. അപ്പോൾ ആ ഒരു പ്രൊസീജിയറാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ പ്ലേസ്മെന്റിന്റെ സീക്വൻസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അടുത്തതായിട്ട് ഡിസൈൻ ചെയ്യലാണ്. ഡിസൈനിങ്ങിൽ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് സിമ്പിൾ ആണ്, ഏറ്റവും സെൻട്രൽ ആയിട്ട് അങ്ങ് പ്ലേസ് ചെയ്യും. സെക്കൻഡ് സ്റ്റെപ്പ് ഈ ഫസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനുമായിട്ട് ഏറ്റവും അഡ്ജസ്റ്റന്റ് ആയിട്ട്, അതായത് കോണ്ടാക്ട് വരുന്ന രീതിയിൽ പ്ലേസ് ചെയ്യും. ദെൻ തേർഡ് ഡിപ്പാർട്ട്മെന്റ് വരുമ്പോഴേക്കും കൺഫ്യൂഷൻ വന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരുപാട് ഓൾട്ടർനേറ്റീവ്സ് നമുക്ക് കിട്ടും. അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് TPR വാല്യൂ, ദാറ്റ് ഈസ് ടോട്ടൽ. എന്താ TPR? TPR മീൻസ് ടോട്ടൽ എന്താടാ, ഇപ്പൊ ഞാൻ എത്രയോ തവണ പറഞ്ഞു, ടോട്ടൽ പ്ലേസ്മെന്റ് റേറ്റിംഗ്. ടോട്ടൽ പ്ലേസ്മെന്റ് റേറ്റിംഗ് കണ്ടുപിടിച്ചിട്ട് ബെസ്റ്റ് TPR അല്ലെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് TPR കിട്ടുന്ന ലേ ഔട്ട് പ്രകാരം നമ്മൾ എന്ത് ചെയ്യും? ഇത് കണ്ടിന്യൂ ചെയ്യും. അങ്ങനെ ഫൈനലി നമുക്ക് ഒരു എക്സാമ്പിൾ ഞാൻ ഇങ്ങനെ വരച്ചിരുന്നതാണ്. ഇങ്ങനെ തന്നെ ആവണമെന്നൊന്നുമില്ല. 7, 6, 5 കഴിഞ്ഞാൽ ഇനി 2, ദെൻ 4 ഇവിടുന്ന് ഇങ്ങനെ വന്ന് കൂട്ടിക്കാം. 4, then 1. ഞാനിത് വെറുതെ വരയ്ക്കുന്നതാണ്, TPR നോക്കിയിട്ടാണ് ചെയ്യേണ്ടത്. then 3. ഇതാണ് നമ്മള് ഫൈനലി കിട്ടുന്നത് എങ്കിൽ ഇതായിരിക്കും നമ്മുടെ കമ്പ്യൂട്ടർ നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് തരുന്ന ലേ ഔട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ ലേ ഔട്ട് ശ്രദ്ധിച്ചാൽ നമുക്ക് ആൽഡപ്പിനകത്തുള്ള കുറെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമുണ്ട്. ആൽഡപ്പിനകത്ത് ഒരു ഡിപ്പാർട്ട്മെന്റിന് തന്നെ ചിലപ്പോൾ ഷേപ്പ് വരുന്നത്, ആൽഡപ്പിൽ നമ്മൾ അന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ താഴോളം വന്ന് താഴെ ഫുള്ളായി കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് മേലോട്ട് വന്ന് അല്ലേ. അപ്പൊ ചിലപ്പോൾ ഒരു സ്റ്റെപ്പ് പോലെയൊക്കെ ആയിരിക്കും. ഒരു സിംഗിൾ ഡിപ്പാർട്ട്മെന്റിന്റെ തന്നെ ഷേപ്പ് നോക്കുകയാണെങ്കിൽ ഒരു സ്റ്റെപ്പ് പോലെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. ഒരു ഇറഗുലർ പാറ്റേണിലായിരിക്കും ആൽഡപ്പ് മേ ബി ഡിപ്പാർട്ട്മെന്റുകളെ പ്ലേസ് ചെയ്യുന്നത്. ബട്ട് ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും എല്ലാ ഡിപ്പാർട്ട്മെന്റും എന്താണ്? റെക്ടാങ്കുലാർ ഷേപ്പാണ് അല്ലെ. എല്ലാത്തിനും റെക്ടാങ്കുലാർ ഷേപ്പിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ കോർലാപ്പ് പ്രകാരം നമ്മൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്ന ലേ ഔട്ടിൽ ഓരോ ഡിപ്പാർട്ട്മെന്റും റെക്ടാങ്കുലാർ ഷേപ്പ് ആയിരിക്കും. പിന്നെ കോർലാപ്പ് എപ്പോഴും ലേ ഔട്ടിന്റെ സെന്ററിൽ നിന്നാണ് ഡിസൈനിങ് തുടങ്ങുക. അതുകൊണ്ട് തന്നെ മാക്സിമം സ്പേസ് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഇവരുടെ അലോക്കേഷൻ. ഇനി എത്ര ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായാലും നമ്മൾ ഇൻപുട്ട് റിക്വയർമെന്റ് നമ്മൾ പറയും, നമ്മുടെ കയ്യിലുള്ള അവൈലബിൾ സ്പേസിനെ പറ്റിയുള്ള ഒരു ഐഡിയ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും.
അപ്പൊ അവൈലബിൾ സ്പേസിനകത്ത് മാക്സിമം നല്ല രീതിയിൽ സ്പേസ് യൂട്ടിലിറ്റി അല്ലെങ്കിൽ ഒരു നമുക്ക് വേണ്ടുന്ന രീതിയിലുള്ള ഉപയോഗം ചെയ്തിട്ടുണ്ടാവും. നേരെ മറിച്ച് ആൽഡപ്പിനകത്ത് നമ്മൾ അവൈലബിൾ സ്പേസിന്റെ ഒരു കോർണറിലായിരിക്കും എല്ലാ സാധനങ്ങളും ഉണ്ടാവുക. ഇവിടുന്ന് തുടങ്ങുന്ന വെർട്ടിക്കൽ സ്കാനിങ് ഏതാണ്ട് ഈ ഒരു ഭാഗം വരെ മാത്രമേ ചിലപ്പം ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. ബാക്കി ഇത്രയും സ്പേസ് എന്താണ്, വെറുതെയാണ്. നേരെ മറിച്ച് കോർലാപ്പിനകത്താണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള അവൈലബിൾ സ്പേസിനകത്ത് സെന്ററിൽ നിന്ന് തന്നെ തുടങ്ങുന്നതുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു ലേ ഔട്ട് ഉണ്ടാക്കുകയും മാക്സിമം സ്പേസ് യൂട്ടിലൈസേഷനും നടക്കും. കോർലാപ്പ് എന്ന് പറയുന്നത് ആൽഡപ്പിനെ കമ്പയർ ചെയ്യുമ്പോൾ കൺസ്ട്രക്റ്റീവ് അൽഗോരിതം തന്നെയാണ്, ബട്ട് കുറച്ചുകൂടി അഡ്വാൻറ്റേജ് ഉണ്ട്, കുറച്ചുകൂടി ബെസ്റ്റ് ഫീച്ചേഴ്സ് ഉണ്ട്. ദെൻ മാക്സിമം 73 വരെയുള്ള നമ്പേഴ്സ് ഡിപ്പാർട്ട്മെന്റ്സിനെ കോർലാപ്പ് വഴി നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് കോർലാപ്പിന്റെ പ്രൊസീജിയർ. അപ്പോൾ സ്റ്റെപ്പ് 1 ഹയസ്റ്റ് TCR വാല്യൂ ഉള്ള ആളെ സെലക്ട് ചെയ്യുക. ദെൻ അടുത്തതായിട്ട് സീക്വൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഹയസ്റ്റ് TCR ഉള്ള ആളുടെ റിലേഷൻഷിപ്പ് ചാർട്ടിലേക്ക് പോകുന്നു. എന്നിട്ട് നമ്മൾ ആ സീക്വൻസ് ഒക്കെ കണ്ടുപിടിക്കുന്നു. സീക്വൻസ് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഡിസൈനിങ്ങിലേക്ക് പോകുന്നു. ഡിസൈനിങ്ങിൽ ഫസ്റ്റ് നമ്മൾ സെന്ററിൽ പ്ലേസ് ചെയ്യും. ദെൻ അടുത്ത ആൾ അഡ്ജസ്റ്റന്റ് ആയിട്ട് പ്ലേസ് ചെയ്യും. മൂന്നാമത്തെ ആളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എവിടെ പ്ലേസ് ചെയ്യണം എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ TPR വാല്യൂ കണ്ടുപിടിക്കും. TPR വാല്യൂ കണ്ടുപിടിച്ചതിന് ശേഷം ആ ഹയസ്റ്റ് TPR ഉള്ള ആർക്കാണോ അല്ലെങ്കിൽ ഏത് പ്ലേസ്മെന്റിനാണോ ആ പ്ലേസ്മെന്റ് നമ്മൾ കണ്ടിന്യൂ ചെയ്യും. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിനെയും ലേ ഔട്ടിനകത്ത് പ്ലേസ് ചെയ്യും. ഇതാണ് നമ്മുടെ ലേ ഔട്ടിനകത്തുള്ള പ്ലേസ്മെന്റ് പ്രൊസീജിയർ. എന്നിട്ട് ലാസ്റ്റ് ഇതിന്റെ സ്കോർ കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്കിപ്പോൾ കിട്ടിയ ലേ ഔട്ടിന്റെ നമ്മൾ ഈ ഒരു ഫിഗർ പ്രകാരം ഇവിടെ കോർലാപ്പിന്റെ ഫിഗർ നോക്കുക. ഈ ഒരു ലേ ഔട്ടിന്റെ സ്കോർ കാൽക്കുലേറ്റ് ചെയ്യണം. സ്കോർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇക്വേഷൻ പറയുന്നുണ്ട്. ടോട്ടൽ സ്കോർ ഈസ് ഈക്വൽ ടു സം ഓഫ് ക്ലോസ്നെസ് റേറ്റിംഗ് ഇൻറ്റു ലെങ്ത് ഓഫ് ദി ഷോർട്ടസ്റ്റ് പാത്ത്. ക്ലോസ്നെസ് റേറ്റിംഗ് ഇൻറ്റു ലെങ്ത് ഓഫ് ദി ഷോർട്ടസ്റ്റ് പാത്ത്. അപ്പൊ ഈ രീതിയിൽ പിന്നെ സ്കോറും കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഒരു മിനിറ്റ്. ഓക്കെ, അപ്പം ഇതാണ് ഫൈനൽ സ്റ്റെപ്പ്. നമ്മൾ ലേ ഔട്ട് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ അടുത്തതായിട്ട് ഇപ്പം പ്രൊഡ്യൂസ് ചെയ്ത ലേ ഔട്ടിന്റെ സ്കോർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് തരും. ആ സ്കോറിന്റെ ഇക്വേഷൻ ആണിത്. സം ഓഫ് ക്ലോസ്നെസ് റേറ്റിംഗ് ഇൻറ്റു ലെങ്ത് ഓഫ് ദി ഷോർട്ടസ്റ്റ് പാത്ത്. അപ്പോൾ നമ്മളിവിടെ ആൽഡപ്പിനകത്ത് സ്കോർ കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡ് പറഞ്ഞിട്ടുണ്ട്. അതായത് സ്ക്വയേഴ്സ് തമ്മിൽ നോക്കും. ഇവിടെ ഒരു സ്ക്വയർ ഇപ്പം ഡിപ്പാർട്ട്മെന്റ് 5 നമ്മുടെ സെൻട്രൽ സ്ക്വയർ ഡിപ്പാർട്ട്മെന്റ് 5, അതിന്റെ മുകളിലായിട്ട് ഡിപ്പാർട്ട്മെന്റ് 6, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു സ്ക്വയർ സെലക്ട് ചെയ്യും, ഡിപ്പാർട്ട്മെന്റ് 5ന്റെ സ്ക്വയർ സെലക്ട് ചെയ്യും. എന്നിട്ട് ഇയാളുമായിട്ട് നൈബേഴ്സ് ആയിട്ട് ആരൊക്കെ ഉണ്ട് നോക്കും. അവർ തമ്മിലുള്ള ക്ലോസ്നെസ് റേറ്റിംഗ് വാല്യൂ നമുക്കറിയാം 6, 5, 4, 3, 2, 1 എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ ക്ലോസ്നെസ് റേറ്റിംഗ് വാല്യൂ ഈ ഡിപ്പാർട്ട്മെന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിനെ സം ചെയ്യുന്നതാണ് നമ്മൾ സ്കോർ കാൽക്കുലേഷൻ. വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, എന്നാൽ ഈ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. സം ഓഫ് ക്ലോസ്നെസ് റേറ്റിംഗ് ഇൻറ്റു ലെങ്ത് ഓഫ് ദി ഷോർട്ടസ്റ്റ് പാത്ത്. അങ്ങനെ സ്കോറും കണ്ടുപിടിക്കും. അപ്പോൾ എപ്പോഴും കോർലാപ്പ് വഴി നമുക്ക് കിട്ടുന്ന ഫൈനൽ ലേ ഔട്ടിന്റെ സ്കോർ എന്ന് പറയുന്നത് ലീസ്റ്റ് സ്കോർ ആയിരിക്കണം. ആൽഡപ്പിനകത്ത് നമ്മൾ ഏറ്റവും ഹയസ്റ്റ് സ്കോറുള്ള ആളെയാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബട്ട് കോർലാപ്പിനകത്ത് ലീസ്റ്റ് സ്കോറുള്ള ആളെയാണ് കമ്പ്യൂട്ടർ എന്ത് ചെയ്യുക, ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് പ്ലോട്ട് ചെയ്ത് തരിക. ഇത്രയാണ് കോർലാപ്പിന്റെ പ്രൊസീജിയർ. അപ്പോൾ നമ്മൾ 3 ആപ്ലിക്കേഷൻസ് 3 സോഫ്റ്റ്വെയർസ് ആണ് പഠിച്ചിട്ടുള്ളത്. ഏതൊക്കെയാ? ക്രാഫ്റ്റ്, ആൽഡപ്പ്, കോർലാപ്പ്. ക്രാഫ്റ്റ് എന്ന് പറയുന്ന ഒരു ഇംപ്രൂവൈസിങ് ടെക്നിക്കാണ്, അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് അൽഗോരിതം ആണ്. കോർലാപ്പും ആൽഡപ്പും കൺസ്ട്രക്റ്റീവ് അൽഗോരിതംസ് ആണ്. അപ്പൊ 3ന്റെയും പ്രൊസീജിയർ, 3ന്റെയും ഫീച്ചേഴ്സ്, ഇൻപുട്ട് റിക്വയർമെന്റ്സ് വിത്ത് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ PPTs നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. അതിനോടൊപ്പം നോട്ട് ഞാൻ ഓൾറെഡി വെച്ചിട്ടുണ്ട്, പ്രിന്റഡ് നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പം അതിൽ ഒന്ന് നോക്കുക. ഇനി ഈ മൊഡ്യൂളിൽ ചെറിയൊരു പോർഷൻസും കൂടിയേ ബാക്കിയുള്ളൂ. പിന്നെ എൻവയോൺമെന്റൽ ആസ്പെക്ട് ഓഫ് എ ഗുഡ് ഫാക്ടറി, ഒരു നല്ല ഫാക്ടറിയിൽ ഉണ്ടായിരിക്കേണ്ട കുറച്ച് എൻവയോൺമെന്റൽ ആസ്പെക്ട്സ് എന്തൊക്കെയാണെന്നുള്ളതും, അതേപോലെ ഒരു പ്ലാന്റിനകത്ത് ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട സർവീസുകൾ എന്തൊക്കെയാണെന്നുള്ളത്. അത് കഴിഞ്ഞാൽ ഈ മൊഡ്യൂൾ തീരും. അപ്പൊ ഇത്രയാണ് നമുക്ക് ഇന്ന് പറയുന്നത്. കോർലാപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ആൽഡപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ക്രാഫ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, സോ ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇന്ന് ലേറ്റ് ആയി വന്നവരുന്ന അറ്റൻഡൻസ് പറഞ്ഞ നമ്പർ 4